ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു ചുമ്മാ ഒരു ടോപ്പിക് ചെയ്യാമെന്ന് വെച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പാലക്കാട് കൽപ്പാത്തി തേര് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗത്തു നിന്നും നാനാ ഭാഗങ്ങളിൽ നിന്നും അത് കാണാൻ കുറേ എല്ലാ ഭക്തന്മാരെല്ലാവരും വരുന്നുണ്ട്, ഭക്തജനങ്ങൾ വരാറുണ്ട്. പക്ഷേ നമ്മൾക്ക് ചില ആൾക്കാർക്ക് പോകണമെന്നുണ്ടാവും, പക്ഷേ പോകാൻ സാധിക്കില്ല. ഓരോ ജോലി കാര്യങ്ങളും ലീവ് കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഇപ്പം ഞാനും അങ്ങനെ എനിക്ക് എല്ലാവരും പോകുന്നു, എനിക്കും കാണണമെന്നുണ്ട്, പക്ഷേ എനിക്ക് കാണാൻ സാധിക്കില്ല. ഞാൻ കോയമ്പത്തൂർ ലീവും കാര്യങ്ങളൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിൽ നിന്ന് ഇങ്ങനെ എൻ്റെ മനസ്സ് ഫുള്ള് കൽപ്പാത്തി തേരിന് എങ്ങനെയൊക്കെയാണ് എന്താണെന്നുള്ളത് അതാണ് ഞാൻ കോയമ്പത്തൂരിലാണ് ഇരിക്കുന്നത്. എന്നാലും എൻ്റെ മനസ്സിൽ ഫുള്ള് അതാണ് കേട്ടോ. നമ്മൾ വിചാരിച്ച പല കാര്യങ്ങളും നടക്കില്ലല്ലോ. പിന്നെ നടക്കുമ്പോഴേക്കും നമ്മൾ കുറേ വയസ്സായിട്ട് ആ സമയത്ത് പിന്നെ നമുക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എനിക്കുള്ള എല്ലാവരുടെ കാര്യം ടോപ്പിക്കാണ് ഞാൻ പറയുന്നത്. ചെറുപ്പം കാലങ്ങളിൽ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് പണ്ട് കാലങ്ങളിലൊക്കെ അത്ര ഒരു ദാരിദ്ര്യമൊക്കെ ആയിരുന്നല്ലോ. ഒരു നല്ല ഡ്രസ്സ് കിട്ടാറില്ല, പിന്നെ നല്ല ഡ്രസ്സോ ബുക്സോ കറക്റ്റായിട്ട് കിട്ടാറില്ല, പിന്നെ നല്ലൊരു ചെരുപ്പൊന്നും കിട്ടാറില്ല. ഇപ്പം എല്ലാം കിട്ടുമ്പോഴേക്കും നമ്മുടെ വയസ്സ് കടന്നു പോയി, കിട്ടുന്ന സമയത്ത് അത് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് കൽപ്പാത്തി തേര് നമ്മൾ കാണുമെന്ന് വെച്ചാൽ അപ്പം തന്നെ പോയി കാണാനുള്ളൊരു സാഹചര്യം വേണം. എല്ലാവർക്കും അത് നടക്കണമെന്നില്ല. പിന്നെ അതേമാതിരി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന പല കഷ്ടങ്ങളും നഷ്ടങ്ങളും അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിച്ച് നല്ലൊരു ജോലിയാക്കുമ്പോഴേക്കും അത് അനുഭവിക്കാൻ അവരുണ്ടാകുന്നില്ല. അതുകൊണ്ട് പലരും പല കാര്യങ്ങൾക്കും ഒരു പൂർണ്ണതയില്ല, മനസ്സിലായില്ലേ? എല്ലാം പാതി വഴിയിൽ എല്ലാവർക്കും ഫുള്ളായിട്ടായിരിക്കും ഒരു ഉപയോഗമൊന്നും കിട്ടുന്നില്ല ഏത് കാര്യത്തിലും. ഇപ്പം നമ്മൾ ജോലി കിട്ടി അച്ഛനും അമ്മയും നേരെ നോക്കാമെന്ന് പറയുമ്പോഴേക്കും അവർ മരണപ്പെട്ടിട്ടുണ്ടാവും, മനസ്സിലായില്ല? ഇപ്പം നമുക്ക് ഒരു നല്ല ഡ്രസ്സ് എല്ലാം കിട്ടുമായിരിക്കും, പക്ഷേ അപ്പോഴേക്കും നമ്മുടെ ബാല്യകാലങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതേമാതിരി തന്നെ നമ്മൾ കോളേജുകളിൽ പോകുമ്പോൾ ബസ്സിന് പ്രശ്നം, പൈസ, ഡ്രസ്സ്, ബുക്സ്, അങ്ങനെ ഓരോന്ന് പഠിച്ച് ജോലി കിട്ടും. പിന്നെ നമ്മൾ വിചാരിക്കും നമുക്കൊരു നല്ല ഭർത്താവിന് വരൻ അമയണം എന്ന് വിചാരിക്കുമായിരിക്കും. പക്ഷേ പല എഡ്യൂക്കേഷൻ ഉണ്ടാകും, പഠിപ്പുണ്ടാകും, ജോലി ഉണ്ടാകും, പക്ഷേ അവർക്കൊരു നല്ല വരൻ, വീറും വിധേയത്വം ഉള്ള ഒരു വരൻ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അവർക്ക് എവിടെയെങ്കിലും ഒരു ജോലി ഇല്ലാതെ, ഒരു സാധുവായ ജോലി ഇല്ലാതെ, സാമർത്ഥ്യമില്ലാത്ത ഒരാളായിരിക്കും കിട്ടുക. അപ്പോൾ അവളുടെ ജീവിതം അവൾക്ക് അവിടെയും പൂർണ്ണമാകുന്നില്ല. അവൾക്ക് എപ്പം കഷ്ടപ്പാടുകളും എല്ലാം ആക്കണം. പിന്നെ ശരി, എങ്ങനെയെങ്കിലും ജീവിതം, ജോലിയൊക്കെ ഉണ്ട്, എങ്ങനെയെങ്കിലും ജീവിതം ഇങ്ങനെ നയിച്ചുകൊണ്ട് കുറച്ച് വയസ്സാകുമ്പോൾ ഈ മക്കളുണ്ടാകുമ്പോൾ ഒന്നോ രണ്ടോ കുട്ടികൾ ഈ കാലത്ത് അത്രയേ ഉള്ളൂ. അപ്പോൾ അവരെ കൊണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം, ഒരു നല്ല ഇത് കിട്ടുമെന്ന് വിചാരിക്കുമ്പോൾ അപ്പോഴായിരിക്കും അവർ തോന്നിയ അവസ്ഥയിൽ, ഇപ്പോൾ സെല്ലും കാര്യങ്ങളൊക്കെ ഇല്ല, ഓരോ തോന്നിയ അവസ്ഥയിൽ അവരവരുടെ ഇഷ്ടത്തിന് പോയിട്ട് നമ്മൾ പറഞ്ഞത് കേൾക്കാതെ അപ്പോഴും അവൾക്ക് അവിടെ പരാജയമാണ്. അവൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നെ കുട്ടികളും മക്കളും പിന്നെ പേരക്കുട്ടികളൊക്കെ ആകുമ്പോഴൊക്കെ നമുക്ക് കുറേ നിറവേറാതെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ട്. നമ്മൾ എപ്പോൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചോ അപ്പോൾ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ അത് നമ്മൾ കുറേ നീട്ടിക്കൊണ്ട് പോകുമ്പോഴേക്കും നമ്മൾക്ക് അത് ആസ്വദിക്കാനുള്ള ഒരു ടൈം ആയിരിക്കില്ല. ആ സമയത്ത് നമ്മുടെ വയസ്സിനനുസരിച്ച് നമ്മുടെ മനസ്സും എല്ലാം നമ്മൾക്ക് ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എല്ലാവർക്കും അപൂർണത ഇല്ലയെന്ന് വെച്ചാൽ അത് ആലോചിച്ചിട്ട് വിഷമിക്കരുത്. നമ്മൾ അപ്പോൾ അതാത് ഏജിൽ അതാത് അനുഭവിക്കാൻ നമ്മൾ ശ്രമിക്കണം, മനസ്സിലായില്ലേ? പിന്നെ ഞാൻ ഇപ്പോൾ ഇത് പറയാൻ കാരണം കൽപ്പാത്തി തേര് എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, അതിൻ്റെ ഒരു വിഷമത്തിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ അതുമല്ല, അങ്ങനെ എല്ലാവരും അതാത് വയസ്സ് അത് ആസ്വദിക്കണം, മനസ്സിലായില്ലേ? പിന്നെ അയ്യോ നമ്മൾക്കത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, എൻ്റെ ഹസ്ബൻഡ് ശരിയല്ല, അങ്ങനെയല്ല. നമ്മളതൊക്കെ അതനുസരിച്ചിട്ട് ഉള്ള ജീവിതത്തിന് നമ്മൾ ആസ്വദിക്കാൻ ശ്രമിക്കണം. ഓക്കെ, ആർക്കും ഒരു ജീവിതത്തിലും പൂർണ്ണത ഉണ്ടാവുമെന്ന് ഞാൻ പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ എത്ര പൈസയുള്ള ആൾക്കാർ, കോടീശ്വരന്മാരായാലും അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ കഴിഞ്ഞു അവരുടെ ജീവിതം. അപ്പോൾ അതുകൊണ്ട് അവർക്കും ഒരു പൂർണ്ണത ഉണ്ടാവില്ല. പൈസ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഉള്ള പൈസ വെച്ചിട്ട് സന്തോഷത്തോടെ ചിരിച്ച് ആസ്വദിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. ഇതാണ് എൻ്റെ കരുത്ത് കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.